പാക് ചാര വനിത ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ച സംഭവത്തിൽ ന്യായീകരണവുമായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ടൂറിസം വകുപ്പിന് ആറാം ഇന്ദ്രിയമില്ലെന്ന് കെ.ബി. ഗണേഷ് കുമാർ. വ്ളോഗർ എന്ന നിലയിലാണ് ക്ഷണിച്ചത്. പാക് ചാര വനിതയെന്ന് അറിഞ്ഞിട്ടല്ല വിളിച്ചതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, പാക് ചാര വനിത ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണല്ലോ നിലവിലിപ്പോൾ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഒരു പുതിയ ന്യായീകരണം. എന്തെല്ലാം കാര്യങ്ങളാണ് കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ന്യായീകരണങ്ങൾ തന്നെയാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിരത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് 41 ബ്ലോഗർമാരെ വിളിച്ചിരുന്നതാണ്. അതിൽ ഒരാൾ മാത്രമാണ് ജ്യോതി മൽഹോത്ര. ജ്യോതി മൽഹോത്ര ഇത്തരത്തിൽ പാക് ചാരയാണെന്നറിയാൻ ആറാം ഇന്ദ്രിയമൊന്നും ടൂറിസം വകുപ്പിനില്ല. മറ്റ് 41 പേർക്കൊപ്പമാണ് ഇവരെയും വിളിച്ചത്. പാക് ചാരയെന്ന് അറിഞ്ഞുകൊണ്ടല്ല ക്ഷണിച്ചത്. ഇതേ സാഹചര്യത്തിൽ തന്നെ മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ടൂറിസം വകുപ്പ് പരസ്യം നൽകുന്നതാണ്. അത്തരം പത്രങ്ങളും ചാനലുകളും ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ പിന്നീട് ചെയ്യുന്ന തെറ്റുകൾക്ക് ഉത്തരവാദി ഈ പരസ്യം നൽകിയതിന്റെ പേരിൽ മാത്രം സർക്കാരാകുമോ എന്നുമുള്ള ചോദ്യമാണ് ഗണേഷ് കുമാർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗണേഷ് കുമാർ എടുത്തു പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചു എന്നതിന്റെ പേരിൽ മുഹമ്മദ് റിയാസിനെ ഇത്തരത്തിൽ ക്രൂശിക്കേണ്ടതില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടിയാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഇത്തരത്തിൽ മറ്റൊരു രീതിയിലേക്ക് ഇതിന്റെ വിവാദങ്ങളെ തിരിച്ചു വിട്ടുകൊണ്ട് ഈ ജ്യോതി മൽഹോത്രയെ വിളിച്ച വിഷയത്തിൽ നിന്നും മാറ്റിയ മുഖ്യമന്ത്രിയുടെ മരുമകന് എതിരെയുള്ള ഒരു ആക്രമണമാക്കി മാറ്റാനുള്ള ഒരു നീക്കം കൂടിയാണ് ഗണേഷ് കുമാറിന്റെ ന്യായീകരണത്തിൽ കാണുന്നത്. ഇതോടൊപ്പം തന്നെ ഇപ്പോഴും നമുക്കറിയാം ഈ ജ്യോതി മൽഹോത്രയ്ക്ക് എത്ര പണം നൽകി എന്നത് സംബന്ധിച്ച് വിശദീകരിക്കാൻ ഇതുവരെയും ടൂറിസം വകുപ്പോ സർക്കാരോ തയ്യാറായിട്ടുമില്ല. ഇത്തരത്തിൽ ദുരൂഹത കലർന്ന ഒരു നീക്കം നടക്കുമ്പോൾ ഈ 41 പേർക്കൊപ്പം ജ്യോതി മൽഹോത്രയെ ഉൾപ്പെടുത്തിയത് ബോധപൂർവമാണോ എന്ന സംശയമാണ് പലർക്കും നിലനിൽക്കുന്നത്. അതിൽ വിശദീകരണം തരാതെ ആണ് ഇത്തരം ന്യായീകരണങ്ങളുമായി ആറാം ഇന്ദ്രിയം ഇല്ല എന്നൊക്കെയുള്ള ന്യായീകരണവുമായി ഗണേഷ് കുമാർ എത്തിയിട്ടുള്ളതും. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.